NRI വാർത്തകളിലേക്ക്. അമേരിക്കൻ വിസ നിയമത്തിൽ കർശന നിലപാട് ആവർത്തിച്ച സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അമേരിക്കൻ നിയമങ്ങളെയും മൂല്യങ്ങളെയും ആദരിക്കുന്നവർക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും റൂബിയോ. ട്രംപ് ഭരണകൂടം വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ അടിച്ചമർത്തലുകളും പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിൽ വിസ ഒരു അവകാശമല്ല, മറിച്ച് ഒരു പദവിയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. കർശനമായ കുടിയേറ്റ നയങ്ങളോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ രാജ്യവ്യാപകമായി നടത്തിയ അടിച്ചമർത്തലിനിടെയാണ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രസ്താവന. വിസ ഉടമകൾ തുടർച്ചയായ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും DHSുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിയമലംഘനം കണ്ടെത്തിയാൽ വിസകൾ അവലോകനം ചെയ്യുകയും റദ്ദാക്കുകയും ചെയ്യുമെന്ന് റൂബിയോ പറഞ്ഞു. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കുന്നതോ ആയ വിദേശികൾക്ക് US വിസകൾക്ക് അർഹതയില്ലെന്നും റൂബിയോ പറഞ്ഞു. വിസ റദ്ദാക്കപ്പെട്ട നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ സമീപ ആഴ്ചകളിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ നിയമപരമായ പദവി അവസാനിപ്പിക്കാനുള്ള ഫെഡറൽ ഗവൺമെന്റിന്റെ നടപടികൾ നൂറുകണക്കിന് ആളുകളെ തടങ്കലിലാക്കാനും നാടുകടത്താനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE പുതിയതായി ആരംഭിച്ച പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ ജയ്വാൻ ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിക്കുന്നു. ഈ കാർഡുകൾ വിദേശ യാത്രകളിലും ഉപയോഗിക്കാനാകും. ജയ്വാൻ ഡെബിറ്റ് കാർഡിനു ശേഷം ക്രെഡിറ്റ് കാർഡും ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു. രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള ജയ്വാൻ ആഭ്യന്തര കാർഡ് പേയ്മെന്റ് സ്കീമിന് പ്രധാന ചുവടുവയ്പായിരിക്കും ഇത്. ജയ്വാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്തായിരിക്കുമെന്ന് നിർവചിക്കുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ് UAE സെൻട്രൽ ബാങ്കിന്റെ ഭാഗമായതും രാജ്യത്തിന്റെ സ്വന്തം ആഭ്യന്തര പേയ്മെന്റ് ഓപ്ഷനുകൾ വികസിപ്പിക്കാനുള്ള ചുമതലയുള്ളതുമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സിന്റെ CEO ജാൻ പിൽബൗർ പറഞ്ഞു. കാർഡുകൾ വിപണിയിലെത്തിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എല്ലാ ATMകളിലേക്കും എല്ലാ വ്യാപാരി ടെർമിനലുകളിലേക്കും എല്ലാ ഇ-കൊമേഴ്സ് ഗേറ്റ്വേകളിലേക്കും പോകാനും ഇടപാട് പൂർത്തിയാക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കും. എവിടെ പോയാലും ഒരു സാർവത്രിക സ്വീകാര്യത ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന സംവിധാനം നടപ്പിലാക്കുമെന്നും പിൽബൗർ പറഞ്ഞു. UAE ജയ്വാൻ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് അവരുടെ വിദേശ യാത്രകളിലും ഇവ ഉപയോഗിക്കാം. അൽ എത്തിഹാദ് പേയ്മെന്റ്സ്, വിസ, മാസ്റ്റർ കാർഡ് പോലുള്ള കമ്പനികളുമായി ഇത് സംബന്ധിച്ച കരാറുകളിൽ ഏർപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ വെള്ളപ്പൊക്കം തടയാൻ ഓവുചാൽ പദ്ധതി നടപ്പിലാക്കുന്നു. 143 കോടി ദിർഹമാണ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ചെലവ്. ശക്തമായ മഴ പെയ്താലും ഇനി വെള്ളപ്പൊക്കം ഉണ്ടാവാനിടയില്ല. എത്രമാത്രം വെള്ളം ഒഴുകിയെത്തിയാലും നിമിഷ നേരം കൊണ്ട് അവ പുറത്തേക്ക് ഒഴുക്കിവിടാൻ പാകത്തിനുള്ള സമഗ്ര ഓവുചാൽ പദ്ധതിക്ക് തുടക്കമായി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പദ്ധതി നടപ്പാക്കുന്നത്. UAEയിലെ ഏറ്റവും വലിയ ഏകീകൃത മഴവെള്ള ശേഖരണ പദ്ധതിയാണ് തസ്രീഫ് പദ്ധതി. ഇതിന്റെ പരിധിയിലാണ് പുതിയ കരാറുകൾ വരുന്നത്. നഗരത്തിലെ മഴവെള്ള ഓവുചാൽ സംവിധാനം വിപുലീകരിക്കാനുള്ള തസ്രീഫ് എന്ന പദ്ധതിക്ക് കീഴിൽ 4 സുപ്രധാന പദ്ധതികളാണ് ദുബായ് നടപ്പാക്കുന്നത്. നാദൽ ഹാമർ, ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ, അൽ ഗർഹൂദ്, അൽ റാഷിദിയ, അൽ ഗൂസ്, സഈൽ, അൽ വാസൽ, ജുമൈറ, അൽ ബദ എന്നിവയുൾപ്പെടെ എമിറേറ്റിലെ പ്രധാന പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരത്തിലെ ഓവുചാൽ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന 36 കിലോമീറ്ററിലധികം നീളമുള്ള പുതിയ ഡ്രെയിനേജ് ലൈൻ നിർമ്മിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹജ്ജ് പ്രമാണിച്ച മക്കയിൽ കർശന സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തി. ഏപ്രിൽ 23 മുതൽ മക്കയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പെർമിറ്റുകൾ നേടണം. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ഹറമിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനും എളുപ്പത്തിലും മനസമാധാനത്തോടെയും അവർക്ക് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനും ലക്ഷ്യമിട്ടുള്ള ക്രമീകരണങ്ങളും നടപടിക്രമങ്ങളും പ്രഖ്യാപിക്കവെയാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഏപ്രിൽ 23 മുതൽ മക്കയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശവാസികൾ ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പെർമിറ്റുകൾ നേടണം. പുണ്യസ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള എൻട്രി പെർമിറ്റ്, മക്ക മേഖലയിൽ ഇഷ്യൂ ചെയ്ത റെസിഡന്റ് ID, ഹജ്ജ് പെർമിറ്റ് എന്നിവ ഉള്ളവർക്കാണ് മക്കയിലേക്ക് പ്രവേശനം അനുവദിക്കുക. അംഗീകൃത പെർമിറ്റ് ഇല്ലാത്ത താമസക്കാരെ മക്കയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുകയും തിരിച്ചയക്കുകയും ചെയ്യും. ഹജ്ജ് വിസയില്ലാത്തവർക്ക് മക്ക നഗരത്തിലേക്ക് പ്രവേശനമോ അവിടെ താമസമോ അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഹജ്ജ് സീസണിൽ ജോലി ചെയ്യുന്ന താമസക്കാർക്ക് മക്ക നഗരത്തിലേക്കുള്ള എൻട്രി പെർമിറ്റുകൾ അബ്ഷീർ മുഖീം പോർട്ടൽ വഴി ഓൺലൈനായി ലഭിക്കും. ഉംറ തീർത്ഥാടകർക്ക് രാജ്യത്ത് പ്രവേശിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 13 അവസാനിച്ചു. ഉംറ തീർത്ഥാടകർക്ക് രാജ്യം വിടാനുള്ള അവസാന തീയതി ഏപ്രിൽ 29 ഈ നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ ശിക്ഷാ നടപടികൾ ഉണ്ടാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
ദുബായിലെ സൈക്കിൾ സ്കൂട്ടർ യാത്രക്കാരുടെ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക യൂണിറ്റ് ആരംഭിച്ചു. നിയമം ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകും. സൈക്ലിംഗ് സ്കൂട്ടർ ട്രാക്കുകളിലെ ഗതാഗത സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് പുതിയ യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യം. അതിനാൽ പേഴ്സണൽ മൊബിലിറ്റി മോണിറ്ററിംഗ് യൂണിറ്റ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് യൂണിറ്റ് ആരംഭിച്ചത്. നിയമം ലംഘിക്കുന്നവർക്ക് കൃത്യമായ പിഴ ചുമത്തും. പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി പ്രധാന സൈക്കിൾ പാതകളിലും സോഫ്റ്റ് മൊബിലിറ്റി സോണുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന തെരുവുകളിലും യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നിരീക്ഷണം ഉറപ്പുവരുത്തും. ദുബൈയിലെ സൈക്കിൾ യാത്രകൾ 2023 44 ദശലക്ഷത്തിൽ നിന്ന് 2024 46.6 ദശലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് മാത്രം കൈവരിച്ചത് 5% വളർച്ചയാണ്. അതേസമയം സ്കൂട്ടർ യാത്രകളും 30 ദശലക്ഷത്തിൽ നിന്ന് 32.3 ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട്. 8% ഒരു വർഷത്തിലുണ്ടായ വർധനവ്. സ്കൂട്ടർ സൈക്കിൾ ഉപയോഗത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതിനാലാണ് പുതിയ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.